ഓ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു, പക്ഷെ പേപ്പറിൽ ഇങ്ങനെയാ കണ്ടത്. പേപ്പറിലൊന്നും ഇങ്ങനെ വലിയ കാര്യമായിട്ട് കണ്ടിട്ടില്ല. ഇവിടം വരെയൊക്കെ വന്നിട്ടുള്ളൂ, ബാക്കി മുകളിലോട്ട് പോയി കണ്ടിട്ടില്ല കേട്ടാ. 2 പേർക്കും കണ്ട് 20-ന് മേളിൽ മാർക്ക് കണ്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം പോയി. പിന്നെ 3-4 തവണയൊക്കെ എക്സാം അറ്റൻഡ് ചെയ്ത വില്ലാളി വീരന്മാരൊക്കെ ഉണ്ട്, അതൊക്കെ കയ്യോടെ കണ്ടുപിടിച്ചു. എന്താ സുഖം, ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യും, 5 മാർക്ക് കിട്ടും. നെക്സ്റ്റ് ടൈം അഗെയിൻ യു വിൽ അറ്റൻഡ് 10 മാർക്സ് കിട്ടും. പിന്നെ തേർഡ് ടൈം പിന്നെ അറ്റൻഡ് ചെയ്യും, അപ്പോൾ ഒരു 16 15 കിട്ടും. ഫോർത്ത് ടൈം 25 ആകും അല്ലേ? ഇവിടെ ഫോൺ നമ്പർ അടക്കമല്ലേ വരുന്നത്, നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ ഫോൺ നമ്പർ അടക്കം വരുമ്പോ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? അതിൽ വന്ന ആദ്യത്തെ നമ്പർ ഏതാണ്, ആ ഫോൺ നമ്പറിൽ നിന്ന് ആദ്യം വന്ന മാർക്ക് എത്രയാണോ അതാണ് നമ്മൾ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഈ ലാസ്റ്റ് 25, ഓ ചില പിള്ളേരുണ്ട് ഭയങ്കര ഗുഡാണ്, അവരുടെ ലാസ്റ്റ് കിട്ടിയ 25-ന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മിസ്സിന് ഇട്ട് കൊടുക്കും. മിസ് വിചാരിക്കോ ഇത്രയും നല്ല കുട്ടി 25 മാർക്സ് ഒക്കെ മേടിച്ചേ. ഇവിടെ നമ്മള് വ്യൂ സ്കോർ നോക്കുമ്പോഴല്ലേ ഫസ്റ്റ് കിട്ടിയേക്കുന്ന 5 മാർക്ക്, 5 മാർക്കിനാണ് ഇവിടെ 25 ഇട്ട് കൊടുത്തേക്കുന്നത് മിസ്സിന്. നല്ല മിടുക്കം പിള്ളേരുണ്ട്, എല്ലാം കണ്ടുപിടിച്ചു നമ്മള്. ഓക്കെ, എനിവേ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചോ? Today I will send the question plus answers options also. You have to write all 25 questions in your notebook. ഓക്കെ, എല്ലാ 25 ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ഓപ്ഷൻസ് എന്നാൽ എല്ലാം എഴുതണ്ട, കറക്റ്റ് ആൻസർ മാത്രം ആ ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ ഓപ്ഷൻ ആയിട്ടുള്ള കറക്റ്റ് ആൻസറും മാത്രം എഴുതിയിട്ട് നെക്സ്റ്റ് തേഴ്സ്ഡേ യു ഹാവ് സയൻസ് അഗെയിൻ. തേഴ്സ്ഡേ നിങ്ങൾ അയച്ചു തരണം കേട്ടോ, സബ്മിറ്റ് ചെയ്യണം. ഇനി ഞാൻ ക്ലാസ്സിൽ കയറുമ്പോൾ എന്താ നോട്ട് അയക്കാത്തതെന്ന് ചോദിക്കാനൊന്നും ഇടവരുത്തിയേക്കല്. കൃത്യമായിട്ട് ഇന്ന് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും മിസ്സിട്ട് തരും. ഓപ്ഷൻസ് നിങ്ങൾ എഴുതണ്ട, നോട്ടിലേക്ക് പകർത്തി എഴുതിയിട്ട് അയച്ചു തന്നേക്കണം. ഓക്കെ ശരി, നെക്സ്റ്റ് we shall study about pulley. We were studying about pulley. We studied that there are 2 types of pulleys. First one is fixed pulley. Fixed pulley is fixed in one place. We use that pulley to draw water under. നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുന്നതാണ് അല്ലേ? അപ്പോൾ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അവിടെ, അത്രേ ഉള്ളൂ. But another type of pulley is there, movable pulley. Movable pulley is യൂസ് ടു ലിഫ്റ്റ് ലോഡ്സ്. സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കിണറൊക്കെ കൂത്തുന്ന സമയത്ത്, കിണർ പണിക്കാരുടെ ഒക്കെ അടുത്ത് താഴേന്ന് മണ്ണ് വലിച്ചു വാരുമ്പോൾ 2 സൈഡിലായിട്ട് വലിക്കുന്ന ഒരു സാധനം ഉണ്ടാകും. ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, സി ദിസ് ഈസ് മൂവബിൾ പുള്ളി. ഇത് ഫിക്സ്ഡ് പുള്ളിയാണ്. ദിസ് വണ് ഇത് ഓൾറെഡി അവിടെ ഫിക്സ് ചെയ്ത്, ഇത് മാറ്റം വരുന്നില്ല. ഈ സാധനം ഇങ്ങനെ നമ്മൾ ഈ സാധനം വലിക്കുന്നതനുസരിച്ച് അല്ലെ ലിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഈ പാലത്തിലേക്ക് ഈ സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടി നോക്കി ഈ പുള്ളിയിലൂടെ വലിച്ചു തന്നെ. കാരണം ഇത് നമുക്കറിയാം ഇതൊക്കെ വലിച്ചു കയറ്റുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ ഈ പുള്ളിയിലൂടെ നമുക്ക് വലിച്ചു കയറ്റുമ്പോൾ വളരെ ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും. ചില സമയത്ത് 2-3 പുള്ളീസ് യൂസ്, കാരണം വെയിറ്റ് ഉള്ള സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട്. ഇത് ഫിക്സ്ഡ് പുള്ളി, ഇത് മൂവബിൾ പുള്ളി. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. A fixed pulley can only change the direction if the direction of the force. It cannot increase the force. In order to increase the force, we have to use a combination of pulleys together. So, ഒരു ഫിക്സ് ചെയ്തിരിക്കുന്ന പുള്ളി, നമ്മൾ കിണറ്റിലെ വെള്ളം കോരുന്ന അതിൻ്റെയൊക്കെ ഫോഴ്സ് നമുക്ക് ഒന്നും ഇത് മാറ്റാൻ പറ്റത്തില്ല. ഒരു ഫിക്സ് ഫോഴ്സിൽ നമുക്ക് വലിച്ചെടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ രണ്ടാമത്തെ തരം മൂവബിൾ പുള്ളിയും കൂടെ ഉള്ളപ്പോൾ വളരെ ഈസി ആയിട്ട്, കാരണം ഇവിടെയും കുറച്ച് വെയിറ്റ് പോയി അവിടെയും കുറച്ച് വെയിറ്റ് പോയി, അത്രയൊക്കെ ഫോഴ്സ് നമ്മൾ പ്രയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. നെക്സ്റ്റ് വി ഷാൽ സ്റ്റഡി അബൌട്ട് സ്ക്രൂ. സ്ക്രൂ മീൻസ് വാട്ട്?
ഇടയ്ക്ക് ചോദിക്കാറില്ല തലയുടെ സ്ക്രൂ വല്ലതും പോയെന്ന് ചോദിക്കല്ലേ? ആ അതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്താ ഈ സ്ക്രൂ എന്ന് പറയുന്ന സാധനം എന്തുവാ? വാട്ട് ഇസ് സ്ക്രൂ? സായി കൃഷ്ണ, വാട്ട് ഇസ് സ്ക്രൂ? എടാ പുസ്തകത്തിൽ നോക്കണ്ടാ, നീ സ്ക്രൂ എന്താന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഇങ്ങനെ തിരിക്കണ്ട വെരി ഗുഡ്. സംഭവം പിടികിട്ടി മോന്. നമ്മൾ എന്തെങ്കിലും ടൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് തിരിച്ച് ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് സ്ക്രൂ. ജസ്റ്റ് ലൈക്ക് എ നെയില്, ഒരു ആണി പോലത്തെ ഒരു സാധനമാണ് അല്ലേ? പക്ഷെ ഈ ആണി നെയിലും അല്ല സോറി ഈ നെയിലും സ്ക്രൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാണ്? ഡുയിനോ? നെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആണി. ആണി കണ്ടിട്ടുണ്ടോ? ഓക്കെ. സ്ക്രൂ കണ്ടിട്ടുണ്ടോ? ഓക്കെ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാണ്? ആദിത്യന്റെ വീട്ടില് നെയിലും സ്ക്രൂ ഉണ്ടോ? എന്താണ് അതിന്റെ ഡിഫറൻസ്? ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തിരിക്കാനും പിന്നെ ഒരു സ്ക്രൂ ആണി അടിച്ചു കയറ്റാനും. വെരി ഗുഡ്. സ്ക്രൂ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെ? സ്ക്രൂ ഡ്രൈവ് ഉപയോഗിച്ച് തിരിച്ച് തുളച്ച് കയറ്റി വെക്കുന്നതിനാണ് അല്ലേ? പക്ഷെ ആണി എന്ന് പറയുമ്പോൾ അങ്ങനെ തിരിച്ചാൽ നീങ്ങത്തില്ല. അതിനെ നല്ല അടി കൊടുത്താൽ മാത്രമേ അത് അങ്ങ് കയറി പോകുള്ളൂ അല്ലേ? ചുറ്റിക്ക് വെച്ച് നല്ല അടി കൊടുത്തിട്ട് ഉന്തി ഉരുട്ടി കയറ്റി ഭിത്തിയിലോ അല്ലെങ്കിൽ മരത്തിലൊക്കെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. സ്ക്രൂ. A screw is simple machine that looks like a nail with grooves cut into it. ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സോറി അതല്ല, യെസ് ദിസ് ഈസ് സ്ക്രൂ. ഈ സാധനത്തിന് ഇങ്ങനെ നടുക്കൂടെ ഒരു സാധനം കാണും അല്ലേ? ഈ സ്ക്രൂവിന്റെ ഇതിലൊക്കെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകും. അതാണ് നമ്മളിങ്ങനെ സ്ക്രൂ. പിന്നെ ഇതിന്റെ അറ്റം നോക്കിക്കേ, ഇവിടെ ഒരു സാധനം ഉണ്ടാകും. നമുക്ക് സ്ക്രൂ ഡ്രൈവ് ഇട്ട് തിരിക്കാൻ പറ്റും. തിരിച്ച് അങ്ങ് കയറി പൊക്കോളും അല്ലേ? ഓക്കെ. നിങ്ങളുടെ വീട്ടില് സ്ക്രൂ ഡ്രൈവ് ഒക്കെ ഉണ്ടോ? സ്ക്രൂ ഡ്രൈവും ആണിയും ഒക്കെ. സോ അത് കൃത്യമായിട്ട് അറിയാം അല്ലേ? ആണി എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവില്ല, അത് പ്ലെയിൻ ആയിരിക്കും ഇവിടെ അല്ലേ? ഓക്കെ. A screw is a simple machine that looks like a nail with grooves cut into it. Grooves cut means this one. E cut. Okay. And it has a winding edge with threads. ഇവിടെ നോക്കുക, ഇതിന്റെ സൈഡ് നെയിൽ പോലെ തന്നെ അറ്റം എങ്ങനെ ഇരിക്കും? അറ്റം ഒരു കൂർത്ത് തന്നെയായിരിക്കും. ആണി പോലെ തന്നെ അറ്റവും കൂർത്ത. അപ്പൊ ആ കൂർത്ത അറ്റം ഷാർപ്പ് എൻഡ് നമ്മള് എന്താ ഒരു തടി കഷ്ണത്തിലൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സാധനത്തിൽ വെച്ച് ഉള്ളി കയറ്റിട്ട് പിന്നെ നമ്മൾ സ്ക്രൂ ഡ്രൈവ് ഇട്ട് തിരിച്ച് പണിയുന്നത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, the winding edge is actually an inclined plane wrapped around a rod. It has a groove on its head where the screw drive fits. And ഇവിടെ നോക്കിക്കേ, ഇതിന്റെ അറ്റം ആണിയുടെ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു അറ്റം, ഇതിനെന്താ പറയുന്നത്? മുട്ടെന്നോ എന്താ പറയും? ഹെഡ്. ഇതിന് ഇവിടെ നമ്മൾ സ്ക്രൂ ഡ്രൈവ് ഇട്ട്, ഇത് സ്റ്റാർ സ്ക്രൂ ഡ്രൈവ് വേണം. സാധാരണ ഒരു പ്ലെയിൻ ആയിട്ടുള്ളതാണ് പ്ലെയിൻ സ്ക്രൂ ഡ്രൈവ്. ചതുരത്തിലുള്ള സ്ക്രൂ ഡ്രൈവ് തന്നെ പലതരത്തിലുണ്ട്. സ്റ്റാർ, ഇതിന് സ്റ്റാർ ആണ് വേണ്ടത്. ബിക്കോസ് ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റാർ പോലെ ഇരിക്കുന്നത്, അവിടെ സ്റ്റാർ സ്ക്രൂ ഡ്രൈവ് വേണം. This I think you can see clearly ഇവിടെ. ഓക്കെ. ഇവിടെ നമ്മൾക്ക് ഷാർപ്പ് ആയിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ട്. സോ ദിസ് എഡ്ജ് വിൽ ഹെൽപ് ടു point to the surface to which we have to install this. And then this is called a grooves cut. ഇത് ഈസി ആയിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ കടന്നു പൊക്കോളും. പിന്നെ ഇതിനകത്ത് ഈ ഇതിന്റെ എന്താ പറയുന്ന എഡ്ജിലുള്ള ഈ എഡ്ജിലുള്ളത് head where the screw drive fits. ഇവിടെ സ്ക്രൂ ഡ്രൈവ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ തിരിക്കുന്നത്. Okay, when a screw is turned into the wood, it goes in on its threads. So ഇതെന്ത് ചെയ്യുന്നു? നമ്മൾ ഇതൊരു മരത്തിലോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ തടി കഷ്ണത്തിലോട്ട് എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഇത് ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ സ്ക്രൂ ഡ്രൈവ് ഇട്ട് ഇങ്ങനെ തിരിക്കുന്നതനുസരിച്ച് ഈ എഡ്ജസ് ഷാർപ്പ് സെന്റിറ്റ്. ഓക്കെ. സോ ഇതെന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ ഉള്ളിലോട്ട് തുളഞ്ഞു കയറി പോയിക്കൊണ്ടിരിക്കും.
thus moving through a longer distance than a nail. ഒരു നെയിലിന് നമ്മൾ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. നെയിലിന് നമ്മൾ അടിച്ചടിച്ച് വേണം. കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ് അല്ലേ? അതേസമയം നമ്മൾ ചുറ്റിക്ക് വെച്ച് ഇങ്ങനെ ഇടിക്കുന്നേക്കാൾ എളുപ്പമല്ല. സ്ക്രൂ ഡ്രൈവ് വെച്ച് ഈസിലി വി ക്യാൻ മൂവ് ഇറ്റ്. So a screw is more strongly fixed in the wood than a nail. ആണി അടിച്ച് നമ്മൾ ഇറക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് സ്ക്രൂ ഡ്രൈവും കൊണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് വിൽ ബി മോർ സ്ട്രോങ് ദാൻ എ നെയിൽ. ആണിയേക്കാളും എളുപ്പവും ഇത് തന്നെയായിരിക്കും. A jam bottle usually has a lid that needs to be screwed on. നമുക്കറിയാം, you all know some bottles we cannot open like that way. അവർ സ്ക്രൂ പോലെയാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന സംഭവങ്ങൾ ഈ കുപ്പിയുടെ അടപ്പിലുണ്ടാകും. ബോട്ടിലിന്റെ ലിഡിലെ അടപ്പ് ഇങ്ങനെ. അപ്പൊ നമ്മളിങ്ങനെ തിരിച്ചാണ് അടപ്പൊക്കെ തുറക്കുന്നത് അല്ലേ? നിങ്ങളുടെ ചോറ് പാത്രത്തിന്റെ അടുപ്പ് നിങ്ങൾ എങ്ങനെ അടയ്ക്കുന്നത്? ഹൗ ഡു യു ക്ലോസ് യുവർ ലഞ്ച് ബോക്സ് ലിഡ് കവർ? ലഞ്ച് ബോക്സസ് കവർ ഓർ ലിഡ്, ഹൗ ഡു യു ക്ലോസ് ഇറ്റ്? ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ബട്ട് ഹൗ ഡു യു ഓപ്പൺ യുവർ വാട്ടർ ബോട്ടിൽസ് ലിഡ്? യു ഷുഡ് ടേൺ ഇറ്റ് അല്ലേ? അതാ ഈ പറയുന്ന സ്ക്രൂവിന് ഈ സാധനം ഉണ്ടല്ലേ, അതുപോലത്തെ സാധനമാണ് നമ്മുടെ അടപ്പിലും ഉള്ളത്. ദാറ്റ്സ് വാട്ട്. നമ്മുടെ ബോട്ടിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളമെല്ലാം പുറത്തോട്ട് ലീക്ക് ആകും. ഇറ്റ് വിൽ ഹെൽപ്പ് ടു ക്ലോസ് പ്രോപ്പർലി ടൈറ്റ്ലി. നമ്മുടെ ബോട്ടിലിന്റെ അടപ്പൊക്കെ നമ്മൾ വെള്ളം ശരിക്കും അടച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം പുറത്തോട്ട് വരികയില്ല ഈ തിരിക്കുന്നതാണെങ്കിൽ. ആ സമയം ലഞ്ച് ബോക്സിന്റെ പോലെ ഇങ്ങനെ അടച്ചു വെക്കുന്നതാണെങ്കിലോ, സംടൈംസ് അവർ ലഞ്ച് ബോക്സ് മേ ലീക്ക് ഔട്ട്. If you have poured waterish curry in the lunch, sometimes it may leak out. Why? Do you know what is the reason for that? എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ എന്ന് അറിയുക? ചാറ് കറിയൊക്കെ ചോറിനകത്ത് ഒഴിച്ചിട്ട് ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ ലഞ്ച് ബോക്സിനകത്ത് നമ്മുടെ ബാഗിനകത്ത് മൊത്തം ലീക്ക് ഔട്ട് ആയിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ്? അതിന്റെ അടപ്പ് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതാണ് അല്ലെ? അതേസമയം ഇങ്ങനെ തിരിക്കുന്ന അടപ്പുള്ള ഒരു ലഞ്ച് ബോക്സ് ആണെങ്കിൽ ഇറ്റ് മേ നോട്ട് ലീക്ക്. ലൈക്ക് വാട്ടർ ബോട്ടിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാഗിനകത്ത് തലകുത്തി കിടന്നാലും will it leak? No, it will not leak. Okay, the inside of the lid and the outside of the bottle neck have raised edges which are like the threads on a screw. Okay, ബോട്ടിലിന്റെയും അതുപോലെ തന്നെ പറഞ്ഞ ബോട്ടിലിന്റെ അടപ്പിന്റെയും സൈഡിൽ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടാവും. നമ്മുടെ സ്ക്രൂവിന്റെ പോലത്തെ ത്രെഡ് എന്നാണ് പറയുന്നത് ഈ വളവ് തിരിവ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഈ സാധനം ഉണ്ടാകും. അതുകൊണ്ട് when the lid is screwed onto the bottle, its threads fit the bottle tightly. It will help to be tight the bottle. So what happens? We use a screw jack to lift a car. The screw jack also works on the principle of screw. അപ്പൊ കാറൊക്കെ പൊക്കുന്നതിന് നമ്മൾ സ്ക്രൂ ജാക്ക് പോലെയുള്ള മെഷീൻ ഉപയോഗിക്കുന്നത്. അതും ഇതുപോലെയാണ്, ഇങ്ങനെ കറങ്ങി ഇതായിട്ടുള്ളതാണ്. ഓക്കെ, Next one is wedge. Wedge means okay, this is wedge. ഇങ്ങനത്തെ സാധനം കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ വീട്ടിൽ. സ്ക്രൂവും ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടിട്ടില്ലേ? സ്ക്രൂവിന്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ കണ്ടിട്ടില്ലേ പലപ്പോഴും വീട്ടില്? Okay, this is wedge. Observe a knife or an axe. They are sharp in front and blunt at the back. You know, you have a knife at home, isn't it? Different kinds of knives are there. And we know that one side of the knife will be sharp, but the other side will not be sharp at all. And if you take a blade, both sides of the blade will be sharp. But then as for a knife or sickle, like that way something, one side will be sharp and another side will not be sharp at all. It will be blunt. What is the meaning of blunt? Blunt means what? Not sharp. Blunt എന്ന് പറഞ്ഞാൽ ഷാർപ്പ് അല്ലാത്തത്. കത്തിയുടെ ഒരറ്റത്ത് മൂർച്ചയാണ് അല്ലേ? നെക്സ്റ്റ് സൈഡിലോ മറ്റേ സൈഡിലോ മൂർച്ചയില്ല. വാക്കത്തി അരിവായൊക്കെ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ വാക്കത്തി അരിവയൊക്കെ ഉണ്ടോ? ഉണ്ട്. എടുത്ത് പെരുമാറാറുണ്ടോ? ഓക്കെ, കത്തിയുടെ ഒരു സൈഡും കൊണ്ടല്ലേ നമ്മൾ മുറിക്കുന്നത്? രണ്ട് സൈഡും കൊണ്ട് കത്തിയും കൊണ്ട് നമ്മൾ പച്ചക്കറികളൊക്കെ മുറിക്കാറുണ്ടോ? കട്ട് ചെയ്യാറുണ്ടോ? ഇല്ല അല്ലേ?
They are sharp in front and blunt at the back. This type of structure is called a wedge. A wedge is actually two inclined planes joined together back to back. This is used to cut things like logs or fruits. അപ്പൊ ഇങ്ങനെയുള്ള ഇത് നമ്മൾ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നോക്കിയേ, and last one is a wheel and axle. This is wheel and axle. Wheel, this is wheel, axle. ഇതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ഈ സാധനമില്ലേ, that is axle. Wheel with a rod attached to it is known as a wheel and axle. അതായത് ഒരു വീലിനെ മറ്റു ഭാഗത്തൊരു അയൺ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മൾ വീൽ ആൻഡ് ആക്സിൽ എന്ന് പറയും. ഇത് നോക്കാം, ദിസ് ഈസ് വീൽ, ദിസ് ഈസ് വീൽ, and in between this axle is there. I hope that all of you might have played with this Ujala bottles and old chappals, slippers, piece and all. കുഞ്ഞുമക്കൾ നിങ്ങളെല്ലാം കളിച്ചിട്ടില്ല? ഊജാല കുപ്പിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനമൊക്കെ എടുത്തിട്ട് ഒരു പഴയ ചെരുപ്പിന്റെയോ അങ്ങനത്തെ എന്തെങ്കിലും റബ്ബറിന്റെ സാധനമായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വീല് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അല്ലേ, 2 വീൽ ഉണ്ടാകും. ഈ 2 വീലും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സാധനം കൊണ്ട് ഉണ്ടാകും. നമ്മൾ ഉപയോഗിക്കുന്ന അയൺ റോഡ് ആയിരിക്കില്ല, അതിന് പകരം നമ്മൾ വേറെ നല്ലൊരു കോൽ എടുത്തിട്ട് വെക്കും. നമ്മുടെ വീട്ടിൽ അയൺ റോഡൊന്നും ഇല്ല അല്ലേ, അപ്പൊ നമ്മളൊരു കോലൊക്കെ എടുത്തിട്ട് നമ്മുടെ തട്ടിക്കൂട്ട് വണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചിട്ടില്ലേ? ഇപ്പൊ ഇല്ലായിരിക്കും, പക്ഷെ വെൻ യു വർ സ്മോൾ യൂസ് ടു മേക്ക്. ഗ്രേസ് ഇരിക്കുന്നുണ്ട്, ഗ്രേസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഗ്രേസേ? ഓക്കെ, ചെറുപ്പത്തിൽ എല്ലാ പിള്ളേരും ചെയ്യുന്ന പണിയാണ്, മിസ് ചെറുതായിരുന്നപ്പോഴും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് വീൽ ആൻഡ് ആക്സിൽ. എന്തിനാണ് ഈ വീൽ ആൻഡ് ആക്സിൽ എന്ന് പറഞ്ഞാൽ? ഈ 2 എണ്ണത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ആക്സിൽ. ഓക്കെ, the wheel with a rod attached to it is known as a wheel and axle arrangement. If you turn the wheel, the axle also turn. നമ്മുടെ വീൽ കറങ്ങുന്നതനുസരിച്ച് ആക്സിലും കറങ്ങും. A tap is an example. A tap is an example of wheel and axle arrangement. When you turn the tap, the axle inside the tap turns. A screwdriver is also a wheel and axle arrangement. The thick handle of the screwdriver works as the wheel and the thin metal rod as the axle. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ ടാപ്പ് ഉണ്ട്. Just when we turn the tap, water comes. When we close the tap, the water stops. അല്ലേ? നമ്മള് ടാപ്പ് തിരിക്കുമ്പോൾ നമുക്ക് വെള്ളം വരുന്നുണ്ട് അല്ലെ? ടാപ്പ് അടച്ചു വെച്ച് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ക്ലോസ് ചെയ്യുമ്പോൾ വെള്ളം വരുന്നില്ല. ഈ വെള്ളം പിന്നെ എവിടെ പോകും? ഇതുപോലത്തെ മെത്തേഡ്, അതിന്റെ ഉള്ളിലേക്ക് ഒരു സാധനം വരും. വീൽ ആൻഡ് ആക്സിൽ നമ്മൾ ഇവിടെ തിരിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ വന്ന് ബ്ലോക്ക് ആകുന്ന തരത്തിലൊരു സാധനം ഉണ്ടാകും. പിന്നെ വെള്ളം വരികയില്ല. നമുക്കറിയാം, പൈപ്പൊക്കെ കുറെ നാൾ കഴിയുമ്പോൾ പതിയെ ലീക്ക് ആക്കാൻ തുടങ്ങും. ലീക്ക് ആകാൻ തുടങ്ങുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഈ പറയുന്ന സാധനം ഷോർട്ട് ആകും, ചെറുതായി പോകും, അപ്പം വെള്ളം ലീക്ക് ആകും. When you turn the tap, the axle inside the tap turns. A screwdriver is also a wheel and axle arrangement. Screwdriver കണ്ടിട്ടില്ലേ? സ്ക്രൂഡ്രൈവിന്റെ ആണെങ്കിലും ഒരു സൈഡിലുള്ള ഒരു സൈഡില് അത് അതിന്റെ ഉള്ളിലേക്ക് ഈ ഒരു ഇരുമ്പിന്റെ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യാം. Okay, see, you all have this thing at home. നിങ്ങളുടെ വീട്ടിലുണ്ട് അല്ലേ ഇങ്ങനത്തെ സാധനങ്ങള്?
ഇത് ഫാദർ, ഇത് മദർ, ഇത് ചിൽഡ്രൻ, അങ്ങനെ കുറെ എണ്ണം, സ്മോൾ വൺ, ബിഗ് വൺ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഫാദേഴ്സ് കാർപ്പൻറ്റേഴ്സോ അല്ലെങ്കിൽ പ്ലംബറോ അങ്ങനെയൊക്കെ ആണെന്നൊരിൽ അവരുടെയൊക്കെ കൈവശം ഇതുപോലെ ഒരുപാട് സ്ക്രൂ ഡ്രൈവേഴ്സ് കാണും. ബിഗ് വൺ, സ്മോൾ വൺ, അങ്ങനെ പലതരത്തില്. വലിയൊരു ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് തിരിച്ചിട്ട് അതിനുള്ളിൽ ഫിറ്റാക്കിയേക്കുന്ന സ്ക്രൂവിനെ തിരിക്കാനാണെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് ബിഗ് വൺ, വലിയ സ്ക്രൂ ഡ്രൈവ് വേണം. പക്ഷെ ചെറിയ എന്തെങ്കിലുമൊക്കെ ആണെന്നൊരിൽ സ്മോൾ വൺ. എൻ്റെ വീട്ടിൽ എൻ്റെ കൈവശം ഉള്ളത് സ്മോൾ വൺ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിങ് മെഷീന് വേണ്ടിയിട്ട്, ടൈലറിങ് മെഷീൻ ഉണ്ട് എനിക്ക്. അതിന്റെ സാധനങ്ങളൊക്കെ ഊരാനൊക്കെ ആയിട്ട് ഐ യൂസ് ദിസ് ടൈപ്പ് ഓഫ് സ്മോൾ വൺസ്. ചെറിയതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആൻഡ് വലുത് നമ്മുടെ ഡോറിന് അതാ എഡ്വിൻ അവിടെ കാണിക്കുന്നുണ്ട്. എഡ്വിൻ ഷോ, അത് സ്റ്റാർ ആണോ മറ്റേതാണോ? സാധാരണ പ്ലെയിൻ എഡ്ജ് ഒന്ന് കാണിച്ച, അറ്റം അത് ഇതുപോലത്തെയാണ്. ഓക്കെ, ഇനി സ്റ്റാറിന്റെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ അറ്റം നോക്ക, വരുമോ നോക്കട്ടെ. ഓക്കെ, ഇതിന്റെ അറ്റം കണ്ടോ, സ്റ്റാർ പോലെ ഇവിടെ. അത് മറ്റത് പ്ലെയിൻ ആയിരുന്നു. ആദ്യത്തിനല്ല ഇവിടെ നമ്മുടെ എഡ്വിനൊക്കെ കാണിച്ചത് പ്ലെയിൻ ആയിട്ടില്ല. ഇതിന്റെ അറ്റം നോക്ക. The screw drive is also a wheel and axle arrangement. അതിന്റെ അറ്റത്തൊരു പിടിയുണ്ട്, പിന്നെ അതിന്റെ അപ്പുറത്ത് റോഡ് ഒരു അയൺ പീസും ഉണ്ട് അല്ലേ? ഓക്കെ. And the thick handle of the screwdriver works as the wheel and the thin metal rod as the axle. Machines like a car, sewing machine, grinding machine, a bicycle and egg beater have a wheel and axle arrangements in them. അപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിലെ കാറ്, അതുപോലെ സ്വിങ് മെഷീനില്, പിന്നെ സ്വിങ് മെഷീൻ മീൻസ് തയ്യൽ മെഷീന്, പിന്നെ ഗ്രൈൻഡിങ് മെഷീന്, ബൈസിക്കിള് ആൻഡ് എഗ് ബീറ്റർ ഹാവ് വീൽ ആൻഡ് ആക്സൽ അറേഞ്ച്മെന്റ്സ് ഇൻ ദം. ഇതിനൊക്കെ ഈ പറയുന്ന ഇതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദീസ് ആർ ഓൾ അബൌട്ട് ദ സിമ്പിൾ മെഷീൻസ്. What are the simple machines that we studied in this lesson? First one is lever, and then three types of levers are there. First class levers, second class levers, and third class levers. Next, inclined plane. Next one is pulley, and we know that there are two types of pulleys. First one is a fixed pulley and a movable pulley. And ഞാൻ വിചാരിച്ചു ജോസിയുടെ ട്വിൻസ് ആണോ ഇരിക്കുന്നതെന്ന്. Okay, next one is screw. And the next wedge and wheel and axle. These are all simple machines that we studied in this lesson. If you have any doubts, please you can ask. No doubts? Okay, only one more lesson is there left. നമ്മളൊക്കെ question answers discuss ചെയ്താലോ?
ഇനി കുറച്ച് സമയം ബാക്കിയില്ലേ നമുക്ക്? Shall we discuss the question answers? Okay, 1 second. Okay, Adityan, please read the first question. First one is fun to learn. A. Underline the word which marks the statement wrong. Read the correct word in the blanks. So first question, please read page 165. 165 first question. A illalla. വായിച്ചോ, കൊച്ചു വായിച്ചോ. An incident plane changes the direction of force applied. And ഏതായിരിക്കും wrong one? answer. Anything, do you know answer? No, don't know. Okay. Muhammad, what is the wrong answer? What is the answer there? Answer the first one, we have to underline the wrong one. Fixed പുള്ളിയല്ല മിസ്സേ. കോസ്റ്റിൽ ആദ്യം നീ അണ്ടർലൈൻ ചെയ്യേ. ഏതാ അണ്ടർലൈൻ ചെയ്യുന്നത്? തെറ്റായിട്ടുള്ള വാക്ക് ഏതാ അതിനകത്ത്? ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. സോ അണ്ടർലൈൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. And you have to read the correct word is fixed pulley. F-I-X-E-D, fixed pulley. ജോസിയുടെ കമ്പ്യൂട്ടർ നോട്ട്സ് എന്ത് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ തേഴ്സ്ഡേ അയച്ചെന്ന് പറഞ്ഞല്ലായിരുന്നോ? എവിടെ നോട്ട് കംപ്ലീറ്റ് ചെയ്തോ? പിന്നെന്താ ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് അയച്ചു തരികയല്ലേ? After the class you should send the notes. Okay. Okay, next, fixed pulley, did you write? Yes, please read. Lakshmi Priya, please read the second question. A screw is a small wheel with a groove around its edge. Actually, that is correct. No, screw is a small. Now second question, avare question thanne idaittu vannikkune. Sorry. Around its edge. Oh, sorry. Okay. A screw is a small wheel with a groove around its edge. So you have to underline screw. Answer പുള്ളിയല്ലേ? Answer is pulley. മിസ് സെക്കൻഡ് വൺ ഒന്നുകൂടെ പറയാമോ? Screw, you have to cut it. Underline ചെയ്യണം. അതിനുശേഷം ആൻസർ ഈസ് പുള്ളി. P-U-L-L-Y, പുള്ളി. Next, Grace, please read the third question. Ice stocks are an ensemble of a first class lever. So, ice tanks are an example of first class lever. And the answer, underline ചെയ്യേണ്ടത് ice tanks. Ice tanks ആണ് wrong word. Answer is scissors. Scissors, seesaw, pliers, ഏത് വേണേലും എഴുതാം. നിങ്ങൾക്ക് അറിയാവുന്ന സ്പെല്ലിംഗ് എഴുതിക്കോ. Scissors, seesaw, pliers, ഇതൊക്കെ എന്നത്ത് വിടുന്ന കട്ടിംഗ് പ്ലെയർ എന്നൊക്കെ പറയുന്ന സാധനം. Just Josie, read the fourth one. A screw is a third class lever.
A screw is a third class river. അതില് underline ചെയ്യുന്നത് ഏതാണ്? Screw. Screw underline ചെയ്യുക. That is a first class. And correct answer is Fishing box. Forces, fishing rods. ഏത് വേണേലും എഴുതാം. ഫിഷിംഗ് റോഡ്സ് എഴുതിക്കോ. ഫിഷിംഗ് റോഡ്സ്. FISHING RODS. Next, Muhammad. Take the correct answer. First one you read. A bicycle has a dash. അറിയാം sir. പറഞ്ഞോ ആൻസർ പറഞ്ഞോ. Wheel and axle. A bicycle has a wheel and axle, pulley, third class lever. Answer is wheel and axle. Shahina, please read the second question. The load is between the fulcrum and the effort in a The load is between the fulcrum and the effort in a second class. Second class is the answer. Third class lever, second class lever, first class lever. So B is the answer. Next. Third question. Niyara vaikam baakiyulla. എല്ലാരും വായിച്ചു അല്ലേ? ആദിത്യൻ, again start. Third question. Pulley makes work easily. Easier. A pulley makes work easier. Option A, because it is an inclined plane, by changing the direction of force applied, because the fulcrum lies between the load and the force applied. B is the answer, by changing the direction of force applied. And next, Grace, please read the next question, fourth one. Dash is a first class lever. Seesaw. Wheelbarrow, fishing rod, seesaw. Seesaw. Seesaw is the answer. Okay. Okay, question answers ഒക്കെ പിന്നെ നമുക്ക് അയച്ചു തരാം. നമ്മുടെ ടൈം കഴിയണ ക്ലാസ്സിൽ ഇപ്പോൾ കട്ടാകും കേട്ടോ. ഓക്കെ, ബൈ ദെൻ. ഇപ്പൊ പറഞ്ഞ പോലെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് വാട്സപ്പിൽ ഇട്ട് തരും. അത് എഴുതിയിട്ട് എനിക്ക് നേരെ അയച്ചു തരണം കേട്ടോ.